ഇന്ത്യൻ രാഷ്ട്രീയ നഭമണ്ഡലത്തിൽ രക്തതേജസ് വിതറിയ വിപ്ലവത്തിന്റെ അഗ്നിനക്ഷത്രം കേരളം ജന്മം നൽകിയ ഇതിഹാസ പുരുഷൻ സഖാവ് EMS. മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ പൊരുതി സവർണാചാരത്തിന് ചിഹ്നമായ പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് അനീതിക്കും അധർമ്മത്തിനുമെതിരെ സിംഹത്തെ പോലെ ഗർജിച്ച് അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ, ദളിതന്റെ, ചൂഷിതന്റെ, കർഷകന്റെ, സർവോപരി പാവപ്പെട്ടവന്റെ മോചനത്തിന് വേണ്ടി 5 നിമിഷം വരെ പോരാടിയ സഖാവ് EMS. 20ാം നൂറ്റാണ്ടിന്ത്യക്കേകിയ ഇതിഹാസ പുരുഷൻ EMS. 20ാം നൂറ്റാണ്ടിന്ത്യക്കേകിയ ഇതിഹാസ പുരുഷൻ EMS. അധ്വാനിക്കും ജനതയ്ക്കായി തൻ ജീവിതമേകിയ EMS. അധ്വാനിക്കും ജനതയ്ക്കായി തൻ ജീവിതമേകിയ EMS. EMS, EMS, സഖാവ് EMS. EMS, EMS, സഖാവ് EMS. സാമൂഹ്യ പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യ സമരസേനാനി, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ, അതുല്യ പ്രഭാഷകൻ, മൗലികമായ കാഴ്ചപ്പാടുള്ള എഴുത്തുകാരൻ, ദാർശനിക പ്രതിഭ, രാജ്യതന്ത്രജ്ഞനായ ഭരണാധികാരി, ശത്രുക്കളുടെ ആദരവ് പോലും പിടിച്ചുപറ്റിയ ജനനേതാവ്, അധസ്ഥിത വർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി വിശ്രമമെന്തെന്നറിയാതെ പോരാടിയ EMS. നിസ്വന്മാരുടെ പോരാളി, നിസ്വാർത്ഥതയുടെ തേരാളി. നിസ്വന്മാരുടെ പോരാളി, നിസ്വാർത്ഥതയുടെ തേരാളി. വിശ്രമമറിയാതെന്നും പൊരുതിയ വിപ്ലവനായകൻ EMS. വിശ്രമമറിയാതെന്നും പൊരുതിയ വിപ്ലവനായകൻ EMS. EMS, EMS, സഖാവ് EMS. EMS, EMS, സഖാവ് EMS. മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ലോകം, ശാന്തിയും സമത്വവും സമാധാനവും പുലർന്ന പ്രഭാതങ്ങൾ. സഖാവിന്റെ സ്വപ്നം അതായിരുന്നു. സ്വപ്നം കാണുക മാത്രമല്ല, സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി കർമ്മപക്ഷത്തിൽ ഇറങ്ങി പ്രകാശത്തിന്റെ നക്ഷത്രമായി കാലത്തിന് മുമ്പേ നടന്നു ചരിത്രം സൃഷ്ടിക്കുക തന്നെ ചെയ്തു സഖാവ് EMS. കർമ്മപഥങ്ങളിലെന്നും പ്രോജ്വല രക്തതാരകം EMS. കർമ്മപഥങ്ങളിലെന്നും പ്രോജ്വല രക്തതാരകം EMS. അന്ധത മുറ്റിയ മനസ്സുകളിൽ കാന്തി ചൊരിഞ്ഞു EMS. അന്ധത മുറ്റിയ മനസ്സുകളിൽ കാന്തി ചൊരിഞ്ഞു EMS. EMS, EMS, സഖാവ് EMS. 1998 മാർച്ച് 19 കേരളം ജന്മം നൽകിയ വിപ്ലവത്തിന്റെ സൂര്യൻ കർമ്മമണ്ഡലത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുക തന്നെ അസ്തമിച്ചു. ജനലക്ഷങ്ങളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട്, വീങ്ങി വെതുമ്പി കരയിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നവനും പാവപ്പെട്ടവനും വേണ്ടി പോരാടിയ സഖാവ് EMSന്റെ ജീവിതകഥ, ആ ജീവിതം ആഴവും പരപ്പുമേറിയ ഒരു മഹാസാഗരത്തിന് തുല്യമാണ്. ഒരു മഹാസാഗരത്തെ ഒരു ചിപ്പിക്കുള്ളിൽ ഒതുക്കുക അസാധ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ആ മഹാസാഗരത്തിന്റെ സത്യയുടെ ഒരംശമെങ്കിലും ഈ ചിപ്പിക്കുള്ളിൽ ഒതുക്കുവാനാകുമെന്ന വിശ്വാസത്തോടെ സിത്താര ഡിജി ട്രാക്സ് ഈ കലോപഹാരം കലാസ്നേഹികൾക്ക് സാധ്യമാനം സമർപ്പിക്കുന്നു. പ്രിയ സഖാക്കളെ, വരിക വരിക തോഴരെ, പ്രിയരാം സഖാക്കളെ. ഏലം കുളം മനക്കലെ കുഞ്ചുവിന്റെ ജീവിതത്തിനേടുകൾ തുറന്നിടാം. വരിക തോഴരെ, വരിക തോഴരെ, പ്രിയരാം സഖാക്കളെ. ഏലം കുളം മനക്കലെ കുഞ്ചുവിന്റെ ജീവിതത്തിനേടുകൾ തുറന്നിടാം. വരിക തോഴരെ, വരിക തോഴരെ, വരിക തോഴരെ. എന്തൊരു മഴ! വീശിയടിക്കുന്ന കാറ്റ്, ഇടിമുഴങ്ങുന്നു ശക്തമായ ഇടി. കുന്തിപ്പുഴ നിറഞ്ഞൊഴുകുന്നു, കരകൾ തകർത്തൊഴുകുന്നു. പാലത്തോൾ പാടവും പടിക്കലെ 15,000 പാടവും മറ്റൊരു പുഴ പോലെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. കുന്തിപ്പുഴയുടെ സംഹാരതാണ്ഡവത്തിൽ മരങ്ങൾ കടപുഴുകുന്നു, കുടിലുകൾ നിലംപൊട്ടുന്നു. കുടിയാന്മാരും കുടുംബങ്ങളും കണ്ണീരോടെ ഇറങ്ങി ഓടുകയാണ്. അവരുടെ ലക്ഷ്യം ഉയർന്ന പറമ്പിലുള്ള തമ്പുരാന്റെ മനയാണ്. മനക്കിലെത്തിയവർ ഇല്ലത്തിന്റെ പടിക്കൽ കെട്ടും പായുമായിട്ട് നനഞ്ഞു വിറച്ചു നിൽക്കും. മഴ പിന്നെയും തകർത്ത് പെയ്യുന്നു. പ്രളയജലം ഇല്ലപ്പറമ്പിലേക്ക് അങ്ങ് ഒഴുകി പരക്കാൻ തുടങ്ങി. കുതിച്ചുയർന്നൊരു മലവെള്ളത്തിൽ കുന്തിപ്പുഴയൊരു ഭീകരയായി. കുതിച്ചുയർന്നൊരു മലവെള്ളത്തിൽ കുന്തിപ്പുഴയൊരു ഭീകരയായി. ഇല്ലത്തേക്ക് കടന്നു വെള്ളം, മെല്ലെ നിറഞ്ഞു നടുമുറ്റം. ഇല്ലത്തേക്ക് കടന്നു വെള്ളം, മെല്ലെ നിറഞ്ഞു നടുമുറ്റം. വെള്ളം, സർവത്ര വെള്ളം, ആർത്തലച്ചു വരുന്ന പെരുമഴ. രാത്രിയായി, മഴ നിൽക്കുന്നില്ല.
മാരിക്കാറുകൾ വാനം മൂടി കൂരിരുളാകം പത്തി വിടർത്തി, മാരിക്കാറുകൾ വാനം മൂടി കൂരിരുളാകം പത്തി വിടർത്തി, നാനാജാതി മനുഷ്യരും അഭയം തേടിയിറങ്ങി ആരാവിൽ, നാനാജാതി മനുഷ്യരും അഭയം തേടിയിറങ്ങി ആരാവിൽ. നനഞ്ഞു കുതിർന്ന ആ മനുഷ്യർ കൂട്ടം കൂട്ടമായി ഇല്ലപ്പറമ്പിൽ നിന്നും ഉയരത്തിലുള്ള മേൽത്രിക്കോവിലപ്പന്റെ ക്ഷേത്രമുറ്റത്തേക്ക് നടക്കുന്നു. ആലംബഹീനരായ മനുഷ്യർക്ക് വഴി കാണിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്നു ഒരു 15കാരൻ. എന്നും കാലത്തിനു മുമ്പേ നടന്ന് ചരിത്രം സൃഷ്ടിച്ച ഏലംകുളത്തെ മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. വള്ളുവനാടിന്റെ ഓർമ്മയിൽ ഇന്നും നടുക്കമുണർത്തുന്ന ആ പ്രളയത്തിന് 15 വർഷം മുമ്പ് ഏലംകുളത്ത് മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിയുടെയും വിഷ്ണുദത്തയുടെയും മകനായിട്ട് EMS പൂജാതനായി. മകന്റെ ഓമനമുഖം കണ്ടപ്പോൾ തന്നെ വിഷ്ണുദത്തയുടെ മനസ്സിൽ ഭയാശങ്ക. ഇല്ലത്ത് രണ്ടുണ്ണികൾ ഒരുമിച്ച് വാഴില്ല. ആദ്യം പറഞ്ഞ രണ്ടുണ്ണികൾ വൈകാതെ മരിച്ചു പോയിരുന്നു. പിന്നെയും ഒരു ഉണ്ണി പറഞ്ഞു. ഇവൻ രണ്ടാമൻ. വിഷ്ണുദത്ത പ്രാർത്ഥിക്കുന്നു. തൃക്കോവിലപ്പ, എന്റെ ഉണ്ണിക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ. ആ മകനെ പേര് വിളിച്ചു ശങ്കരൻ. പക്ഷേ എല്ലാവരും ഓമനിച്ച് വിളിക്കുന്നത് മറ്റൊരു പേരാണ്, കുഞ്ചു. കുഞ്ഞേട്ടനൊത്ത കുഞ്ഞു വളർന്നു കുഞ്ചുവെന്നോ മനപ്പേരിൽ, കുഞ്ഞേട്ടനൊത്ത കുഞ്ഞു വളർന്നു കുഞ്ചുവെന്നോ മനപ്പേരിൽ. നാലാമനുണ്ണി നാട്ടുകാർക്കൊക്കെയും നാലാംബ്രനായി വളർന്നു, നാലാമനുണ്ണി നാട്ടുകാർക്കൊക്കെയും നാലാംബ്രനായി വളർന്നു. കുഞ്ഞേട്ടനൊത്ത കുഞ്ഞു വളർന്നു കുഞ്ചുവെന്നോ പേരിൽ. അവൻ കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോൾ അല്പം വിക്ക്. അമ്മ മനസ്സിൽ പറഞ്ഞു, സാരില്ല, എന്റെ ഉണ്ണിക്ക് ആയുസ്സുണ്ടായാലും മതി. കുഞ്ചുവിന് 5 വയസ്സ് തികയും മുമ്പ് അവന്റെ അച്ഛൻ മരിച്ചു. പിന്നെയെല്ലാം അവൻ അമ്മ. കുഞ്ചുവിനെ പഠിപ്പിക്കുവാൻ ഗുരുവിനെ ഇല്ലത്ത് വരുത്തി താമസിപ്പിച്ചു. സംസ്കൃതം പഠിപ്പിക്കുന്നത് പള്ളിശ്ശേരി അഗ്നിത്രാത നമ്പൂതിരി, നിലത്തെഴുത്ത് പഠിപ്പിക്കുവാൻ മീറ്റിന് അച്യുത വാര്യർ. ഇല്ലത്തെ കടുത്ത ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാം മുറപോലെ ചെയ്യുന്നു കുഞ്ചു. വെളുപ്പിനുണർന്ന് കുളി, പിന്നെ പ്രാർത്ഥന, ഗായത്രി ജപം, പിന്നെ പഠിത്തം. 10 വയസ്സായപ്പോഴേക്കും കുഞ്ചു 3 ഭാഷകൾ പഠിച്ചു: സംസ്കൃതം, മലയാളം, ഹിന്ദി. അഗ്നിത്രാത നമ്പൂതിരിക്ക് അത്ഭുതം. എത്ര വേഗ കുഞ്ചു എല്ലാം കഴിച്ചെടുക്കണേ, കുഞ്ചു അറിയപ്പെടുന്ന ഒരു ഓദിക്കനാകണം. അമ്മ വിഷ്ണുദത്തയുടെ ആഗ്രഹവും അത് തന്നെ. 13 വയസ്സായപ്പോഴേക്കും ഋഗ്വേദം മുഴുവൻ കാണാപാഠം പഠിച്ചു കുഞ്ചു. വേദേതിഹാസങ്ങളും തർക്കശാസ്ത്രവും ഓതിപ്പഠിച്ച കുഞ്ചുവിന്റെ വളർച്ച പക്ഷെ ചെന്നെത്തിയത് കാർൽ മാർക്സിന്റെ മൂലധനത്തിലേക്കാണ്. ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാടാകേണ്ടതിന് പകരം ആയിത്തീർന്നത് സഖാവ് EMS നമ്പൂതിരിപ്പാട്. ആ വളർച്ചയുടെ കഥ, പരിവർത്തനത്തിന്റെ കഥ ആവേശകരമാണ്. ഇല്ലത്തെ ഗൃഹസദസ്സിൽ പുതിയ പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കുഞ്ചു ശ്രദ്ധയോടെ കേൾക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിന്റെ മന്ദത കൈവിടിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബാലഗംഗാധർ തിലകൻ എന്ന തീതുപ്പുന്ന നേതാവുണ്ടായി. കൂട്ടിന് മഹാത്മാഗാന്ധിയും. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കാഹളം, അശ്വമേധ കാഹളം ഇന്ത്യയെങ്ങും മുടങ്ങുവാൻ തുടങ്ങി. സ്വാതന്ത്ര്യദാഹവുമായി കുതിച്ചു പായുന്ന ഇന്ത്യൻ മനസ്സാകുന്ന അശ്വം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഇംഗ്ലീഷ് ഗുരുനാഥനുമായിട്ട് തിലകന്റെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെയും കഥകൾ ചർച്ച ചെയ്യുന്നത് കുഞ്ചു കേൾക്കുന്നു. അവനിൽ ആവേശം പടർന്നു. കാലം കഴിയുന്തോറും ആ ആവേശം കൂടിക്കൂടി വരികയാണ്. അവിടേക്ക് വല്യേട്ടന്റെ വിളി കഴിഞ്ഞു. പഴയതുപോലെ അന്തപ്പുറത്തിൽ കയറി ചെല്ലുവാൻ ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല. സമയം തള്ളി നിൽക്കാൻ കുഞ്ചു തന്നെ ഒരു മാർഗം കണ്ടെത്തി. വായന, മുടങ്ങാത്ത വായന. മനയിലെ പത്തായ മുകളിലിരുന്നവൻ അറിവിന്റെ ജാലകപ്പാളികൾ തുറന്നു, മനയിലെ പത്തായ മുകളിലിരുന്നവൻ അറിവിന്റെ ജാലകപ്പാളികൾ തുറന്നു. മനസ്സു വിശാലം, ലോകം വിശാലം, അറിയാത്തൊരാകാശം എത്ര വിശാലം. മനസ്സു വിശാലം, ലോകം വിശാലം, അറിയാത്തൊരാകാശം എത്ര വിശാലം. വായന കിട്ടുന്നത് എന്തും വായിക്കും. പുതിയ പുതിയ ആശയങ്ങൾ കുഞ്ചുവിനെ ആകർഷിക്കണം, ആവേശം കൊള്ളിക്കണം. പ്രത്യേകിച്ചും മാതൃഭൂമിയിൽ വരുന്ന സ്വാതന്ത്ര്യ സമര വാർത്തകൾ, യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിക്കുന്ന ഉണ്ണി നമ്പൂതിരി മാസികയും കുഞ്ചുവിന്റെ വായനയെ വികസ്വരമാക്കുന്നു. അയാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ ഇല്ലത്തേക്ക് ഒരു മാസ്റ്റർ വന്നു, പാലക്കാട്ടുകാരൻ സുബ്രഹ്മണ്യ അയ്യർ.
എല്ലാം പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കുന്ന കുഞ്ചുവിന്റെ ഗ്രഹണശേഷി ആ അധ്യാപകനെയും അത്ഭുതപ്പെടുത്തുന്നത്. ഒരു ദിവസം മാസ്റ്റർ കുഞ്ചുവിനോട് പറഞ്ഞു, കുഞ്ചിപ്പോ ഇംഗ്ലീഷ് നന്നായി പഠിച്ചു കഴിഞ്ഞു, വായനാശീലമുണ്ടോ കുഞ്ചുവിന്? വായിക്കാൻ ഇഷ്ടമാ? ഇല്ലത്തുള്ളതൊക്കെ വായിച്ചു തീർത്തു, പുതിയതൊന്നും കിട്ടണില്ല. വിവേകാനന്ദ കൃതികൾ വായിച്ചിട്ടുണ്ടോ കുഞ്ചു? ആളിനെ കുറിച്ച് കേട്ടിരുന്നു, വായിച്ചിട്ടില്ല. വായിക്കണം, വിവേകാനന്ദന്റെ കൃതികൾ എല്ലാം വായിക്കണം. കുഞ്ചുവിന്റെ മനസ്സപ്പോൾ ലോകത്തോളം വളരും. എല്ലാ കൃതികളും കുഞ്ചുവിന് ഞാൻ കൊണ്ടുവന്നു തരാം. വിവേകാനന്ദനെ ആരാധിക്കുന്ന മാസ്റ്റർ ആ ലോകാരാധ്യന്റെ മുഴുവൻ കൃതികളും കുഞ്ചുവിന് കൊണ്ടുകൊടുത്തു. കുഞ്ചുവിന് പുതിയൊരു ഉൾക്കാഴ്ച പകരുന്നു ആ കൃതികൾ. കാലം തന്നെ വിളിക്കുന്നത് അവൻ മനസ്സിലാക്കുകയായി. വിശ്വസംസ്കാര പാലകരാകും വിജ്ഞരേ യുഗം വെല്ലുവിളിപ്പൂ ആകുമോ ഭവാന്മാർക്ക് നികത്തുവാൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങളെ. അനാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ പിടിയിലമർന്ന നമ്പൂതിരി സമുദായത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമാക്കുന്ന യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം സജീവമാക്കുവാൻ ഒരുപറ്റം നമ്പൂതിരി യുവാക്കൾ രംഗത്തെത്തി. നമ്പൂതിരിയെ മനുഷ്യനാക്കണം. വള്ളുവനാട്ടെ ഉപസഭ അതിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ഒരു 14-കാരനെയാണ്. ഉയർന്ന നെറ്റിയും ബുദ്ധികൂർമ്മത തിളങ്ങുന്ന കണ്ണുകളുമുള്ള കുഞ്ചുവിനെ. ഒരു ദിവസം കുഞ്ചു ഒരു വാർത്ത കേട്ടു. ഗാന്ധി വരുന്നുണ്ടല്ലോ മഹാത്മാ ഗാന്ധി വരുന്നുണ്ടല്ലോ, ഗാന്ധി വരുന്നുണ്ടല്ലോ മഹാത്മാ ഗാന്ധി വരുന്നുണ്ടല്ലോ. സ്വാതന്ത്ര്യം കൊതിക്കും ജനതയ്ക്ക് ആവേശം പകരാൻ, സ്വാതന്ത്ര്യം കൊതിക്കും ജനതയ്ക്ക് ആവേശം പകരാൻ. ഗാന്ധി വരുന്നുണ്ടല്ലോ മഹാത്മാ ഗാന്ധി വരുന്നുണ്ടല്ലോ. തൃശ്ശൂരിൽ ഗാന്ധിജി വരുന്നു. വലിയ ജനപ്രവാഹം, വലിയ ജനപ്രവാഹം. അദ്ദേഹത്തെ കാണുവാൻ കുഞ്ചുവും പോയി. അടുത്ത ദിവസം മുതൽ കുഞ്ചു ഖാദി ധരിച്ചു തുടങ്ങി. അവിടെ കുഞ്ചുവിനൊരാഗ്രഹം, അമ്മേ എനിക്ക് പഠിക്കണം. അമ്മ ചിരിക്കണം. കുഞ്ചു പഠിച്ചില്ലേ? ഹിന്ദി, സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചില്ലേ? എന്നാലും ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല, സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഗുരുവായൂരപ്പ, സ്കൂളിൽ പോയി പഠിക്കേ, അതെങ്ങനെയാ നടക്കുക? ശിവ ശിവ, തീണ്ടലും തൊടിയിലും കണക്കാക്കാതെ അന്യജാതിക്കാരുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ സമുദായം സമ്മതിക്കുവോ കുഞ്ചു? വേണ്ട, പഠിച്ചതൊക്കെ മതി. എന്നാലും എനിക്ക് പഠിക്കണം, സ്കൂളിൽ ചേർന്ന് പഠിക്കണം. ഒരു ദിവസത്തെ ഉപവാസം. അമ്മ വഴങ്ങി. അങ്ങാടിപ്പുറം ഹൈസ്കൂൾ 3rd ഫോം വിദ്യാർത്ഥിയായി ചേർന്നു കുഞ്ചു. പുതിയ അന്തരീക്ഷം, പുതിയ കൂട്ടുകാർ. ഇല്ലത്തെ ഇരുണ്ട അന്തരീക്ഷത്തിൽ നിന്നും വെളിച്ചത്തിന്റെ വിശാലമായ ലോകത്തിലേക്ക് കുഞ്ചുവിന് സന്തോഷം. വിദ്യാലയത്തിലെ സാഹിത്യ സമ്മേളനങ്ങൾ ഒന്നും ഒഴിവാക്കാറില്ല. പണ്ഡിതരായ പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ അവനിലും ഒരാഗ്രഹം ജനിപ്പിക്കണം. പ്രസംഗിക്കണം, പ്രഭാഷണങ്ങൾ നടത്തണം, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പക്ഷേ നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത വിക്ക്. ഒഴുക്കിനൊപ്പം നീന്തി ജയിക്കുന്നത് വലിയ കാര്യമല്ല, ഒഴുക്കിനെതിരെ നീന്തി ജയിക്കലാണ് പ്രധാനം. ഞാൻ പ്രസംഗിക്കും. കുഞ്ചു മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. വർഷങ്ങൾ പിന്നിട്ടപ്പോ പണ്ഡിതനും പാമരനും ദളിതനും കർഷകനും EMS കേൾക്കുവാൻ ആകാംക്ഷാഭരിതരായി കാത്തുനിന്നു. വിശ്വാസങ്ങളിലും ദർശനത്തിലും എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും EMSന്റെ ശബ്ദത്തിന് കാതോർത്തു. പത്രങ്ങളും മാധ്യമങ്ങളും വലിയ വലിയ തലക്കെട്ടുകളുമായി ആ വാർത്തകൾ നിരത്തി. യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം ശക്തമായി. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന സന്ദേശവും ഉയർത്തി. ഉൽപ്പതിഷ്ണുക്കളായ ഏതാനും നമ്പൂതിരി യുവാക്കൾ സജീവമായി രംഗത്തെത്തി. VT ഭട്ടതിരിപ്പാട്, MRB, MP ഭട്ടതിരിപ്പാട്, ICP, പരിയാനംപറ്റ ഇവരോടൊപ്പം EMS. ഉണ്ണി നമ്പൂതിരി മാസികയിൽ EMS ലേഖനം എഴുതി. ഫ്രഞ്ച് വിപ്ലവവും നമ്പൂതിരി സമുദായവും, ഇതാണ് തലക്കെട്ട്. സമുദായത്തിൽ അത് കോളിളക്കമുണ്ടാക്കി. യാഥാസ്ഥിതിക ബ്രാഹ്മണർ ഉറഞ്ഞു തുള്ളുവാൻ തുടങ്ങി. യോഗക്ഷേമ സഭയുടെ ഒരു യോഗത്തിൽ വെച്ച് EMS തന്റെ പൂണൂല് പിടിച്ചുകൊണ്ട് പറയുന്നു, ഈ പൂണൂലാണ് നമ്മെ ആചാരങ്ങളോട് ബന്ധിച്ചു നിർത്തുന്നത്. ഞാനിത് പൊട്ടിച്ചെറിയുന്നു. EMS പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞു. മറ്റുള്ളവർ അത് കണ്ട് നടുങ്ങി നിൽക്കുന്നു. പിന്നെ അവരും ഓരോരുത്തരായി തങ്ങളുടെ പൂണൂലുകൾ പൊട്ടിച്ചെറിയുന്നു. സമുദായം നടങ്ങുന്നു. ബ്രാഹ്മണ്യത്തിന്റെ മേൽക്കോയ്മകൾ അലറിത്തുള്ളുന്നു. പക്ഷേ EMSും കൂട്ടുകാരും മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് വലിച്ചില്ല. കേരള ചരിത്രത്തിന്റെ തന്നെ പരിവർത്തനത്തിന് നാന്തി കുറിച്ച സംഭവം. സ്വാതന്ത്ര്യത്തിൻ കാഹളമൂതി ഗാന്ധി നയിക്കും പ്രസ്ഥാനം, സ്വാതന്ത്ര്യത്തിൻ കാഹളമൂതി ഗാന്ധി നയിക്കും പ്രസ്ഥാനം. അണികളിൽ ആവേശം പടർത്തി ഉണർന്നെണീക്കുകയാൽ, അണികളിൽ ആവേശം പടർത്തി ഉണർന്നെണീക്കുകയാൽ. കുഞ്ചുവിനും സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാലകൾ കത്തിപ്പടരുവാൻ തുടങ്ങി. അവരിപ്പോൾ 17 വയസ്സ്. സ്വാതന്ത്ര്യദാഹത്തോടൊപ്പം സാഹിത്യത്തിലും കമ്പം. ഒരു കഥ എഴുതി. ഉത്തര കേരള നായർ സമാജത്തിന്റെ മാസിക സ്വദേശാഭിമാനി അത് പ്രസിദ്ധീകരിച്ചു. കർത്താവിന്റെ പേരായി ചേർത്തത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അവിടേക്ക് ബ്രിട്ടീഷ് ഭരണാധികാരികളെ നടുക്കിയ ഒരു സംഭവം അങ്ങ് ഡൽഹിയിൽ നടക്കുന്നു. ഭഗത് സിംഗ് ബട്കേശ്വർ ദത്തുമായി പാർലമെന്റിൽ ചെന്നു ബോംബെറിഞ്ഞു. ധീരന ഭഗത് സിംഗ് ബട്കേശ്വർ ദത്തുമായി പാർലമെന്റിൽ ചെന്നു ബോംബെറിഞ്ഞു. അവിടെ അവസാനിച്ചില്ല. ദേശാഭിമാനികൾ ആവേശഭരിതരായി നിന്നു വിളിച്ചുപോൽ ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ബോംബിന്റെയും ഇൻകുലാബിന്റെയും മുഴക്കം ഇന്ത്യൻ പാർലമെന്റിൽ കൊടുങ്കാറ്റ് ഉയർത്തുന്നു.
ഭഗത് സിംഗിന്റെയും സുഖദേവിന്റെയും രാജഗുരുവിന്റെയും ധീരത സ്വാതന്ത്ര്യം കൊതിക്കുന്ന ഇന്ത്യൻ ജനതയുടെ സിരകളിൽ ആവേശത്തിന്റെ തീജ്വാലകൾ ഉണർത്തിവിടുന്നു. യൗവനത്തിലേക്ക് നടന്നെടുക്കുന്ന കുഞ്ചുവിലും ഈ സംഭവം വിപ്ലവത്തിന്റെ ഉണർത്തുപാട്ടായി അനുഭവപ്പെട്ടു. പ്രശസ്ത നിലയിൽ SSLC പാസ്സായ EMS ഇന്റർമീഡിയറ്റിന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ചേർന്നു. യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം അവിടെയും തുടർന്നു. ധാരാളം കൂട്ടുകാരെ കിട്ടി. C അച്യുതമേനോൻ, MP പോൾ, മുണ്ടശ്ശേരി മാസ്റ്റർ, മഹാകവി G ശങ്കരകുറുപ്പ് തുടങ്ങിയവർ. ആശയ സംവാദത്തിന്റെ നാളുകൾ, ചർച്ചയ്ക്ക് പുതിയ പുതിയ വിഷയങ്ങൾ, കാറൽ മാർക്സ്, റഷ്യ, ലെനിൻ, കമ്മ്യൂണിസം, ഒപ്പം സജീവമായ സമുദായ പ്രവർത്തനവും. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ അവസ്ഥ അന്ന് വളരെ ദയനീയമായിരുന്നു. കൗമാരം കിടന്നിട്ടില്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് വൃദ്ധ നമ്പൂതിരിമാർ. ഫലം പെൺകുട്ടി യൗവനത്തിലെത്തുമ്പോഴേ വിധവയാകും. മരണം വരെ ഇവർക്ക് പിന്നെ കണ്ണീരാണ്. അകത്തളത്തിലെ ഇരുട്ടിൽ മുഖം മറിച്ച് ഇവർ പിന്നെ ഒടുങ്ങിത്തീരണം. അടുക്കളക്കുള്ളിൽ കണ്ണീർ തുടച്ചും മറക്കുടക്കുള്ളിൽ മുഖം മറച്ചും, അടുക്കളക്കുള്ളിൽ കണ്ണീർ തുടച്ചും മറക്കുടക്കുള്ളിൽ മുഖം മറച്ചും, വിധിയെ പഴിച്ചു കഴിയണം വിധവക ജീവിതകാലം, വിധിയെ പഴിച്ചു കഴിയണം വിധവക ജീവിതകാലം. സജാതീയ വിവാഹം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ആളോഹരി ഭാഗം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ യോഗക്ഷേമ സഭയുടെ പ്രവർത്തകർ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു. വിധവാ വിവാഹം നടത്തുവാൻ അനുവദിക്കണം. സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. VT ഭട്ടതിരിപ്പാട് നാടകം എഴുതി. VT അഭിനയിച്ചു, പ്രേംജി അഭിനയിച്ചു, പരിയാനം പറ്റ അഭിനയിച്ചു. ഒരു സ്ത്രീ വേഷത്തിൽ EMS അഭിനയിച്ചു. നാടകം തീർന്നപ്പോ സദസ്സിൽ വമ്പിച്ച ഹർഷാരവും. അണിയറിൽ നിന്നും VTയുടെ തോളിൽ പിടിച്ചു തുള്ളിച്ചാടുന്നു യുവാവായി EMS. നമ്പൂതിരി സമുദായത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ആ നാടകം നമുക്കറിയാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നാടകം അഭിനയിക്കുക മാത്രമല്ല, വിധവയെ വിവാഹം കഴിച്ചുകൊണ്ട് MRBയും MP ഭട്ടതിരിപ്പാടെന്ന പ്രേംജിയും സമുദായത്തെ നടുക്കിക്കളഞ്ഞു. മദിരാശിയിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം. ദേശീയ നേതാക്കളെ കാണാൻ, പ്രസംഗം കേൾക്കാൻ EMSും മദിരാശിയിലെത്തി. സമ്മേളന പന്തലിൽ വെച്ച് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K മാധവൻ നായരെ പരിചയപ്പെട്ടു. അദ്ദേഹം AICC സമ്മേളനത്തിന്റെ പ്രതിനിധിയായി EMSനെയും ഉൾപ്പെടുത്തി. അങ്ങനെ കുഞ്ചു എന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനത്തിലും EMS പങ്കെടുത്തു. നെഹ്റു അവതരിപ്പിച്ച പൂർണ്ണ സ്വരാജ് പ്രമേയത്തെ അനുകൂലമായിട്ട് EMS വോട്ട് ചെയ്തു. സ്വാതന്ത്ര്യ സമരം പുതിയ പുതിയ കൈവഴികൾ തേടുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നു. എല്ലാറ്റിനും നികുതി കൊടുക്കുന്നു. ഉപ്പിന് നികുതി പ്രഖ്യാപിച്ചു. ഗാന്ധിജി വിളിച്ചു പറയുന്നു, ഉപ്പിന് നികുതി കൊടുക്കാൻ ഭാരത മക്കൾക്കാവില്ല, ഉപ്പിന് നികുതി കൊടുക്കാൻ ഭാരത മക്കൾക്കാവില്ല. ഉപ്പ് വെള്ളം കോരിയെടുക്കും, ഉപ്പ് കുറുക്കിയെടുക്കുന്ന, ഉപ്പ് വെള്ളം കോരിയെടുക്കും, ഉപ്പ് കുറുക്കിയെടുക്കും. ഉപ്പ് സത്യാഗ്രഹം ജനങ്ങളെ ഇളക്കി കൊടുക്കാൻ EMSന് സ്വസ്ഥതയില്ല, ഉറക്കമില്ല. പഠിത്തം നിർത്തി പൂർണ്ണമായും ജീവിതം സമരത്തിന് വേണ്ടി നീക്കിവെച്ചാലോ? ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റി. അമ്മയെ പിരിയേണ്ടി വരും. അമ്മയ്ക്ക് സഹിക്കുമോ? അനുവാദം ചോദിച്ചാൽ അമ്മ സമ്മതിക്കുമോ? ഇല്ല. അമ്മയ്ക്ക് താൻ ജീവനാണ്. വാത്സല്യത്തോടെ അമ്മ പറയാറുണ്ട്, അമ്മയ്ക്ക് വയസ്സായി, ഇല്ലത്തിന്റെ നാഥനാവേണ്ടത് ഇനി കുഞ്ചുവാ. അമ്മയെ തനിച്ചാക്കി മോൻ പോകരുത് കേട്ടോ. പക്ഷേ പോകണം. പോകാതിരിക്കാൻ തനിക്ക് കഴിയുമോ? ഇല്ല. സമരത്തിൽ സജീവമായി പങ്കെടുക്കണം. പക്ഷേ അമ്മ വീണ്ടും മനസ്സിൽ അമ്മയുടെ മുഖം തെളിയുന്നു. സ്നേഹമയ്യമ്മ ദുഃഖാദ്രമാമിഴിയാലേ, സ്നേഹമയ്യമ്മ ദുഃഖാദ്രമാമിഴിയാലേ, മകനെ പോകരുതേ, അമ്മയെ പിരിയരുതേ. പക്ഷേ അമ്മയെ പിരിയരുതേ. വേദനയേക്കാൾ വലുതാണ് അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടിൽ ബ്രിട്ടീഷുകാരന്റെ ചാട്ടവാറടിയേറ്റ് പിടയുന്ന മാതൃഭൂമിയുടെ ദുഃഖം. EMS ഉറച്ചൊരു തീരുമാനത്തിലെത്തി. ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നീ ധീര ദേശാഭിമാനികളെ തൂക്കിലെത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പ്രതികാരം ചേർത്തു. ജനമിളകി. എങ്ങും നിരോധനമായിട്ടില്ല. V കൃഷ്ണപിള്ള, K ദാമോദരമേനോൻ, ശ്രീമതി കാർത്തിയായനിയമ്മ തുടങ്ങിയ സമര നേതാക്കൾ കോഴിക്കോട് നിരോധനം ലംഘിച്ച് മാർച്ച് ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. EMS പിന്നെ വൈകിച്ചില്ല. ഇന്റർമീഡിയറ്റ് പാസ്സായി EMS പഠിത്തം നിർത്തി. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ വെച്ച് തന്റെ വില പിടിച്ച റിസ്റ്റ് വാച്ചും സ്വർണ്ണ ചെയിനും അടിച്ചെടുത്ത് വീട്ടിക്ക് നൽകി. എന്നിട്ട് പറയുന്നു, ഇത് വെച്ചോളൂ, ഉണ്ണി നമ്പൂതിരി മാസികയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാൻ നിയമലംഘന പ്രസ്ഥാനത്തിൽ ചേരാൻ പോവുകയാ. അമ്മ അറിയില്ല, അറിയിക്കരുത്. EMS കയറി. 1932 ജനുവരി 4 കോഴിക്കോട് ചേർന്ന കോൺഗ്രസ് യോഗം KPCC പിരിച്ചുവിട്ടു.
പകരം സർവാധികാരി ഡിക്റ്റേറ്ററായി എം ഗോവിന്ദമേനോനെ തെരഞ്ഞെടുത്തു. ഡിക്റ്റേറ്റർ നിയമം ലംഘിക്കുന്നതിന് മുമ്പ് പോലീസിന് പിടികൊടുക്കരുത്. മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് നിയമം ലംഘിച്ച് അറസ്റ്റ് വരിക്കണം. അറസ്റ്റ് വരിക്കും മുമ്പ് തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയും വേണം. ഗോവിന്ദമേനോൻ നിയമം ലംഘിച്ച് അറസ്റ്റ് വരിക്കുവാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നു. അടുത്ത ഡിക്റ്റേറ്റർ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. അമ്മ അറിഞ്ഞു. അമ്മ മകനെ പിന്തിരിപ്പിക്കുവാൻ രണ്ടുപേരെ കോഴിക്കോടേക്ക് അയച്ചു. ഗുരുനാഥൻ, പള്ളിശ്ശേരി, കുടുംബ വക്കീൽ അനന്തരാമയ്യർ രണ്ടുപേരും കോഴിക്കോടെത്തി. എംഎസിനെ കാണുന്നു. കുഞ്ചു, എന്തായി കാട്ടണേ? അമ്മ വല്ലാതെ വിഷമത്തില. കുഞ്ചു സമരത്തിന് പോയാ അമ്മയ്ക്ക് പിന്നെ ആരാളുള്ളത്? കരഞ്ഞിരിപ്പാ അവിടെ. കുഞ്ചു ഞങ്ങളുടെ കൂടെ വരണം, മനക്കിലേക്ക് വരണം. കുഞ്ചുവിനെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞങ്ങൾ വന്നത്. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് സമരത്തിൽ പങ്കെടുക്കണം. എന്നെ ഇനിയും വരാൻ തിരിച്ചു വരാൻ നിർബന്ധിച്ച ഞാൻ തൂങ്ങിച്ചാവും നമ്മയോട് പറഞ്ഞേക്ക്. ഗുരുവും വക്കീലും ശോകമുഖരായി തിരിച്ചു പോകുന്നു. മാണിക്കത്ത് ഗോവിന്ദമേനോൻ നിയമം ലംഘിച്ച് അറസ്റ്റ് വരിച്ചു. അടുത്ത ഊഴം രണ്ടാം സർവാധികാരി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെതാണ്. നോട്ടീസ് ഇറങ്ങി. കോഴിക്കോട് കടപ്പുറത്ത് EMSന്റെ നേതൃത്വത്തിൽ നിയമലംഘനം. അധികാരികളും പ്രഖ്യാപിക്കുന്നു, നിയമം ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യും, അറസ്റ്റ് ചെയ്യും. ഒരു ജാഥ വരുന്നു. അധികം വരില്ല. ആവേശഭരിതരായി അവർ പാടുന്നുണ്ട്. വരിക വരിക സഹചരേ സഹന സമര സമയമായി, വരിക വരിക സഹചരേ സഹന സമര സമയമായി. കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകണം, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകണം. വരിക വരിക സഹചരേ സഹന സമര സമയമായി, വരിക വരിക സഹചരേ സഹന സമര സമയമായി. കറുത്തു കുറുകിയ ചെറുപ്പക്കാരൻ EMS. ബ്രിട്ടനെ വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ, ബ്രിട്ടനെ വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ. ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടം, ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടം. വരിക വരിക സഹചരേ സഹന സമര സമയമായി, വരിക വരിക സഹചരേ വഴിയിലുള്ളവരൊക്കെ ജാഥയായി. വിരലെണ്ണാവുന്നവരിൽ തുടങ്ങിയ ജാഥ ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ നിറഞ്ഞ ജാഥയായി. അടങ്ങാത്ത ആവേശം മുട്ടി ചുരുട്ടിക്കൊണ്ട് ആകാശത്തെറിഞ്ഞുകൊണ്ട് അവർ പാടുന്നു. എത്ര പേർ രണത്തിലാണ്ടു മൃത്യുവേറ്റിടുന്നു നാം, എത്ര പേർ രണത്തിലാണ്ടു മൃത്യുവേറ്റിടുന്നു നാം. തത്ര ചെന്നു സത്യയുദ്ധമിക്ഷണം ജയിക്കണം, തത്ര ചെന്നു സത്യയുദ്ധമിക്ഷണം ജയിക്കണം. വരിക വരിക സഹചരേ സഹന സമര സമയമായി, വരിക വരിക സഹചരേ സഹന സമര സമയമായി. ജാഥയ്ക്ക് മുമ്പിൽ വണ്ടി നിൽക്കുന്നു. പോലീസ് ഇൻസ്പെക്ടർ EMSന്റെ അടുത്തേക്ക് ഓടി വരുന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇല്ല ഇല്ല, EMSനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വിടില്ല, ഞങ്ങൾ വിടില്ല. ജനം ഇളകുന്നു. അവർ പോലീസ് വണ്ടി വളയുന്നു. പോലീസ് ലാത്തി വീശുന്നു. കൊടിയ മർദ്ദനം. ജനങ്ങൾ അടികൊണ്ട് വീഴുന്നു, നിരത്തിൽ വീഴുന്നു. EMSനെ അറസ്റ്റ് ചെയ്തു, ലോക്കപ്പിൽ അടച്ചു. കയ്യാമം വെച്ച് EMSനെ കോടതിയിൽ ഹാജരാക്കി. ഇല്ല, ഞാൻ വിചാരണയിൽ പങ്കുകൊള്ളുന്നില്ല. EMS പ്രഖ്യാപിച്ചു. ശിക്ഷ 2 വർഷം തടവ്, 100 രൂപ പിഴ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ദൃഢഗാത്രനായ കറുത്ത് ഉയരമുള്ള ഒരാൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് EMSനെ സ്വാഗതം ചെയ്തു. സഖാവ് P. കൃഷ്ണപിള്ള. കേരള മനസ്സിൽ ആദ്യമായി കമ്മ്യൂണിസത്തിന്റെ വിത്ത് പാകിയ കൃഷ്ണപിള്ള. അന്ന് തന്നെ വെളുത്തു കുറുകിയ ഒരാളെ കൂടി EMS പരിചയപ്പെട്ടു. സഖാവ് AKG. സമരപദത്തിൽ തീപ്പൊരി ചിതറിയ AKG, പണി ചെയ്വോരുടെ പടനായകനാം AKG. സമരപഥത്തിൽ തീപ്പൊരി ചിതറിയ AKG, പണി ചെയ്വോരുടെ പടനായകനാം AKG. പിൽക്കാലത്ത് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി മരണം വരെയും പാവപ്പെട്ടവന്റെ പടത്തലവനായി പൊരുതിയ സഖാവ് AKG. EMS തന്നെ പിന്നീട് ഒരിക്കൽ എഴുതി, വർഗബോധമുള്ള വിപ്ലവകാരിക്ക് കോടതി, പാർലമെന്റ് മുതലായ വേദികൾ പോലും വിപ്ലവകരമായി ഉപയോഗിക്കുവാൻ കഴിയുമെന്നതിനുള്ള തെളിവാണ് AKGയുടെ ജീവിതം. ജയിലിൽ വെച്ച് പിന്നെ നിരവധി സമര നേതാക്കളെ EMS പരിചയപ്പെട്ടു. കിരൺദാസ്, ത്രൈലോക്യ ചക്രവർത്തി, രമേശ് ആചാര്യ, രബിസൻ ഗുപ്ത, ഭഗത് സിംഗിന്റെ സഹപ്രവർത്തകൻ കമൽനാഥ്. കണ്ണൂരിൽ നിന്നും EMSനെ വെല്ലൂർ ജയിലിലേക്ക് മാറ്റി. അവിടെയും ദേശീയ നേതാക്കൾ രാജാജി, ടി പ്രകാശം, സത്യമൂർത്തി, മഠാഭി സീതാരാമയ്യ എല്ലാവരെയും അടുത്തെറിയുന്നു EMS. ആശയസംവാദങ്ങൾ നടത്തുന്നു. അറിവുകൾ വളർത്തിയ സംവാദങ്ങൾ, പുതു പുതു സ്നേഹിതർ നവനവ ചിന്തകൾ, അറിവുകൾ വളർത്തിയ സംവാദങ്ങൾ. 20 മാസത്തെ കഠിന തടവ്. 1933 സെപ്റ്റംബർ 1-ാം തീയതി EMS വിമോചിതനായി. അന്ന് തിരുവോണമാണ്. ഓണപ്പാട്ടും ഊഞ്ഞാൽപ്പാട്ടും ഉയരേണ്ട മനക്കിൽ തറവാട് ശോകമുഖം. ഏലംകുളത്ത് മനക്കിൽ അമ്മ വിഷ്ണുദത്ത ദുഃഖിതയായിരിക്കുന്നു. കുഞ്ചുമില്ലാത്ത 2ാമത്തെ ഓണം. പുറത്തെന്തോ ബഹളം. അമ്മ നടുമുറ്റത്തെത്തിയപ്പോ ഇല്ലത്തിന് പുറത്ത് നാട്ടുകാരൊക്കെ കൂടിയിരിക്കുന്നു. അവരുടെ നടുവിൽ ആരാ നിൽക്കുന്നത്? കുഞ്ചു. അവർ മകന്റെ അരികിലെത്തി. ക്ഷീണിച്ചല്ലോ അമ്മേ, കണ്ടിട്ട് എത്രയായി?
ഞാൻ വന്നൂലോ അമ്മേ. ആശ്വാസം യോഗണ്ട് കാണാൻ. അമ്മ എന്തിനാ കരയണേ? കുഞ്ചു, അമ്മ സമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായിരുന്നു? അമ്മേ, അത് പിന്നെ നമ്മുടെ നാടിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ജയിലിൽ പോയത്. കേൾക്കണ്ട എനിക്ക്. കുഞ്ചു, അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ സത്യം ചെയ്യും. എന്താ അമ്മേ? എന്നെ വിട്ടേച്ച് പോവില്ല. ശരി അമ്മേ, അമ്മയെ വിട്ടേച്ച് ഞാൻ പോവില്ല. EMS അമ്മയെ ആശ്വസിപ്പിക്കുവാൻ മാത്രം സത്യം ചെയ്തു. പക്ഷെ സമുദായം വാളെടുത്തു. ജയിലിൽ പോയ ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ സമുദായത്തിനും ഭ്രഷ്ടനാക്കുന്നു. EMS ഭ്രഷ്ടനാക്കപ്പെട്ടു. അമ്മയോടൊപ്പം താമസിക്കുന്നതിന് പോലും വിലക്ക്. അമ്മ വേദനയോടെ ഭാര്യത്തേക്ക് താമസം മാറ്റി. EMS പുളിങ്കാവിൽ 10 ഏപ്രിൽ തനിച്ച്. കൂട്ടിന് പുസ്തകങ്ങൾ മാത്രം. അമ്മ ഇടയ്ക്ക് വരും, പറയും. കുഞ്ചു, എങ്ങും പോരുത്, അമ്മയെ വിട്ടു പോരുത്. പക്ഷെ പോകാതിരിക്കാനാകുമോ? നാട് വിളിക്കുമ്പോൾ എങ്ങനെ അടങ്ങിയിരിക്കും? തൃശൂർ, കോഴിക്കോട്, ഷൊർണൂർ ഒക്കെ പോയി യോഗങ്ങളിൽ പങ്കെടുത്തു, ചർച്ചകളിൽ പങ്കെടുത്തു. ഇടയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പുരോഗമനേഷികളായ കുറച്ചുപേർ ജയപ്രകാശ് നാരായണന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിൽ കൃഷ്ണപിള്ള, AKG എന്നിവരോടൊപ്പം EMSഉം സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽ ചേർന്നു. കാഹളം വിളിക്കയായി പുതിയൊരിന്ത്യ വാർക്കുവാൻ പോർക്കളത്തിൽ അണിനിരക്കാൻ സംശയിക്ക വേണ്ടിനി. കാഹളം വിളിക്കയായി പുതിയൊരിന്ത്യ വാർക്കുവാൻ പോർക്കളത്തിൽ അണിനിരക്കാൻ സംശയിക്ക വേണ്ടിനി. അമ്മയോട് കാട്ടിടുന്ന കടമ മാതൃഭൂമിയുടെ മോചനത്തിനുള്ള സമര തുല്യമാണ് പോകണം. അമ്മയോട് കാട്ടിടുന്ന കടമ മാതൃഭൂമിയുടെ മോചനത്തിനുള്ള സമര തുല്യമാണ് പോകണം. കാഹളം വിളിക്കയായി കേരളം മുഴുവൻ സഞ്ചരിക്കുകയാണ് EMS. ഇടയ്ക്ക് ഇല്ലത്ത് അമ്മയെ കാണാനെത്തും. ഒരു ദിവസം അമ്മ പറഞ്ഞു, കുഞ്ചു കുളിച്ചു വരൂ. EMS കുളിച്ചു വന്നു. അമ്മ കിടന്നിരിക്കുന്നു. എന്താ അമ്മേ? അമ്മ വിതമ്പി കരയുന്നു. എന്തിനാ അമ്മയെ കരയുന്നത്? കുഞ്ചു, വേളി കഴിച്ച് കാണണമെന്ന് അമ്മയ്ക്ക് മോഹമുണ്ടായിരുന്നു. ഇനി അത് കാണാൻ കഴിയുന്നു തോന്നുന്നില്ല. അമ്മയ്ക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ, സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അമ്മയ്ക്കെന്താ? അമ്മ എന്തിനാ കരയുന്നത്? അമ്മയെ വിട്ട് ഇനി ഞാൻ പോവില്ല, ഇനി കുഞ്ചു പോവില്ല. കുഞ്ചു, ഇനി പോവില്ല എന്ന് പറയണ്ട. തടയാൻ ഈ അമ്മ വരില്ല. പിന്നെ അമ്മയ്ക്കൊന്നും പറയാനില്ല. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. EMS വിതമ്പിക്കരയുന്നു. ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. സമുദായ പ്രമാണികളെത്തി. ഭ്രഷ്ടനായ ശങ്കരൻ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുക, ഞങ്ങൾ ആരും പങ്കെടുക്കില്ലെന്ന് കൂട്ടിക്കൊള്ളൂ. അവർ പ്രഖ്യാപിച്ചു. കുഞ്ഞനേട്ടൻ ആകെ വിഷമത്തിലായി. EMSന്റെ കണ്ണുകൾ നിറയുന്നു. വിതമ്പിക്കൊണ്ട് EMS പറയുന്നു, കുഞ്ഞനേട്ടൻ വിഷമിക്കണ്ട. അമ്മയുടെ അന്ത്യകർമ്മത്തിൽ ഞാൻ പങ്കെടുക്കണില്ല. ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് സ്നേഹം പകരുന്നതും പരിചരിക്കുന്നതുമാണ് പട്ടടയിൽ കൊള്ളിവെക്കുന്നതിനേക്കാൾ പ്രധാനം. അമ്മയെ അവസാനമായത് നോക്കി EMS വിടവാങ്ങി. സ്വന്തം അമ്മയുടെ അന്ത്യകർമ്മത്തിൽ പങ്കെടുക്കുവാൻ പോലും അനുവദിക്കാത്ത സമുദായം, സാമൂഹ്യ പ്രവർത്തനത്തിന് കിട്ടിയ ശിക്ഷ. EMS രാജനായില്ല. കോൺഗ്രസ് പ്രവർത്തനം പൂർവാധികം ശക്തമാക്കി. എങ്കിലും ഒറ്റപ്പെട്ടതുപോലൊരു തോന്നൽ. ബന്ധുക്കളും കൂട്ടുകാരും നിർബന്ധിക്കണം. ഇനിയും ഒറ്റയാനായി നടക്കുന്നത് ശരിയല്ല, വേലി കഴിക്കണം. അതിന് ഭ്രഷ്ടനായ എനിക്ക് പെണ്ണ് കിട്ടുമോ? നമുക്ക് അന്വേഷിക്കാം. മച്ചിനും കുട്ടേട്ടൻ അന്വേഷിക്കാൻ പോയി. തിരിച്ചു വരുമ്പോ കുട്ടേട്ടന് വലിയ സന്തോഷം. കുഞ്ചു പെണ്ണ് കണ്ടു, അവർക്ക് സമ്മതം. എവിടെ? കുടമാളൂർ തെക്കേടത്ത് വാസുദേവൻ ഭട്ടതിരിയുടെ പെങ്ങൾ അരിയെന്ന പേര്. കുഞ്ചുവിനെ പോലെ ഒരു ഓമന പേര് അവർക്കുണ്ട്. തെക്കേടത്ത് മന വലിയ ജന്മകുടുംബമാണ്. തിരുവിതാംകൂർ രാജാവിന്റെ ദൂതന്മാർ പുരസ്കാരവുമായി വന്നു പോകുന്ന തറവാട്. രാജപദവിയുള്ള കുടുംബം. വാസുദേവൻ ഭട്ടതിരിപ്പാടിന് EMSന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പെങ്ങൾക്ക് വിവാഹാലോചന വന്നപ്പോ സസന്തോഷം സമ്മതിച്ചു. അങ്ങനെ 1113 തുലാം 1 EMS ആര്യ അന്തർജനത്തിന്റെ കഴുത്തിൽ താലി ചാർത്തി. ഇരുളിൻ തിരശീല ദൂരെ നീക്കി പുലരിതൻ പൂഞ്ചെണ്ടെടുത്തു കാട്ടി. ഇരുളിൻ തിരശീല ദൂരെ നീക്കി പുലരിതൻ പൂഞ്ചെണ്ടെടുത്തു കാട്ടി. തളിർമരപ്പൂവള്ളിക്കൊണ്ടിലേറി കുളിരില പക്ഷികൾ പാട്ടുപാടി. തളിർമരപ്പൂവള്ളിക്കൊണ്ടിലേറി കുളിരില പക്ഷികൾ പാട്ടുപാടി.
കുളിരിലെ പക്ഷികൾ പാട്ടുപാടി. KPCC സെക്രട്ടറിയാണ് ഇപ്പോൾ EMS. പ്രസിഡന്റ് C. കുഞ്ഞിക്കാവമ്മ. കേരളത്തിലെ കോൺഗ്രസിൽ ആശയപരമായ ഭിന്നിപ്പ് കൂടിക്കൂടി വരുന്നു. ഇടതുപക്ഷ ചിന്താഗതിക്കാർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം സജീവമാക്കി. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഒരു പത്രം ഷൊർണൂരിലും പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങി. പ്രഭാതം. പത്രാധിപർ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. 1935. സ്ഥലം കോഴിക്കോട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിലെ സജീവരായ 4 പേർ രഹസ്യമായി സമ്മേളിച്ചിരിക്കുന്നു. അവർ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു. 4 പേർ 4 സഖാക്കൾ നല്ലൊരു നാളെ പടുത്തുയർത്താൻ നാട്ടാർക്കു മുന്നേ നടന്നവർ ധീരർ. 4 സഖാക്കൾ ചരിത്രം രചിച്ചവർ. 4 പേർ 4 സഖാക്കൾ നല്ലൊരു നാളെ പടുത്തുയർത്താൻ നാട്ടാർക്ക് മുന്നേ നടന്നവർ ധീരർ. 4 സഖാക്കൾ ചരിത്രം രചിച്ചവർ. 4 സഖാക്കൾ ചരിത്രം രചിച്ചവർ. ആ 4 പേരും ഇപ്പോഴില്ല. എങ്കിലും കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ കണ്ണിലുണ്ണികളായി അവരുടെ മനസ്സിൽ എക്കാലവും അവർ ജീവിക്കുന്നുണ്ട്. P. കൃഷ്ണപിള്ള, K. ദാമോദരൻ, NC ശേഖർ, EMS. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പടനായകർ. ആ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ തന്നെ രഹസ്യമായി പ്രവർത്തിക്കുന്നു. 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. രാജ്യത്ത് ദാരിദ്ര്യവും വറുതിയും ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഒരു ഭാഗത്ത് അധികാരം ഉപയോഗിച്ച് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കെട്ടുകടത്തുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾ, അവരുടെ കീഴിൽ തടിച്ചു കൊടുക്കുന്ന ഭൂസ്വാമികളും മുതലാളിമാർ. സാധാരണ ജനങ്ങളുടെ ജീവിതം നരക തുല്യം. അവരുടെ വിമോചനം കോൺഗ്രസിന്റെ ലക്ഷ്യമേ അല്ല. അവർക്ക് വെള്ളക്കാരൻ രാജ്യം വിട്ടാൽ മതി. 1939 ഡിസംബർ. സ്ഥലം പിണറായിലെ പാറപ്പുറം. വിവേകാനന്ദ വായനശാല. സമയം രാത്രി. കുറച്ച് ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നു. സഖാവ് P. കൃഷ്ണപിള്ള സംസാരിച്ചു തുടങ്ങി. സഖാക്കളെ, നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയാണ്. അതെ, കേരളത്തിന്റെ ആകാശത്ത് ചുവന്ന നക്ഷത്രം ഉദിക്കുകയായി. കേരളവാനിൽ ഉദിക്കുകയായി രക്തതാരകം. കേരളവാനിൽ ഉദിക്കുകയായി രക്തതാരകം. സമത്വ സുന്ദര നാളെ രചിക്കും രക്തതാരകം. സമത്വ സുന്ദര നാളെ രചിക്കും രക്തതാരകം. രക്തതാരകം, രക്തതാരകം. നമുക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല. നേടിയെടുക്കുവാൻ വലിയൊരു ലോകമുണ്ട്. പിന്നെ സംസാരിച്ചത് EMS. സഖാക്കളെ, നമ്മൾ ഇന്നിവിടെ രൂപീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനകം തന്നെ ഇന്ത്യയിൽ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഭരണാധികാരികൾ കമ്മ്യൂണിസ്റ്റ് യോജിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ പ്രവർത്തന പാത സുഗമമായ ഒന്നായിരിക്കില്ല എന്ന് തന്നെയാണ്. സുശോഭനമായ ഒരു കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും. നമുക്ക് വഴികാട്ടുന്ന വിളക്കുകളായി കാറൽ മാർക്സ്, എംഗൽസ്, ലെനിൻ, സ്റ്റാലിൻ തുടങ്ങിയ രക്തനക്ഷത്രങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങി ദസ് ക്യാപിറ്റൽ വരെയുള്ള പുസ്തകങ്ങൾ നമുക്ക് മാർഗനിർദ്ദേശം തരും. നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത, മതവിദ്വേഷങ്ങളില്ലാത്ത, അസമത്വങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, അതിരുകളില്ലാത്ത ഒരു ലോകം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ സ്വപ്നം. തുടർന്ന് AKG, EP ഗോപാലൻ, NE ബാലറാം, KPR ഗോപാലൻ, K. ദാമോദരൻ എന്നിവരൊക്കെ സംസാരിച്ചു. അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി. കേരളത്തിന്റെ വിണ്ണിൽ ചെങ്കൊടി ഉയർന്നു പറക്കുവാൻ തുടങ്ങി. ചിക്കാഗോവിൽ തെരുവീച്ചിൽ പിടഞ്ഞു വീണ തൊഴിലാളികളുടെ ചോരയിൽ കുതിർന്ന ചുവപ്പായ ചെങ്കൊടി. അതിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ പണിയായുധം അരിവാൾ. കുറുകെ അധ്വാനിക്കുന്നവന്റെ ഉയർത്തിയ മുഷ്ടി പോലെ ഒരു ചുറ്റിക. അന്ന് രാത്രി തിരിച്ചു പോകുമ്പോൾ തന്നെ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദിവസങ്ങൾ കഴിയുന്നു. ഒരു രാത്രി മനയ്ക്കൽ ആര്യ ഇന്ദ്രജനം കിടക്കുകയാണ്. അടുത്ത് 1 വയസ്സ് പോലും തികയാത്ത മകൾ മാലതി. EMS അടുത്തില്ല. കോഴിക്കോട്ടേക്ക് എന്നും പറഞ്ഞു പോയതാണ്. പോയിട്ട് ഒത്തിരി നാളായി. വരും വരും എന്ന പ്രതീക്ഷയോടെ ആര്യ കിടക്കുന്നു. വാതിലിന് ആരോ ശക്തിയായി തട്ടുന്നു. വന്നതായിരിക്കും. വാതിൽ തുറന്നു. ഒരു സംഘം പോലീസുകാർ. നമ്പൂതിരിപ്പാട് ഇവിടെ 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 ഇല്ല. വീട് മുഴുവൻ തെരഞ്ഞ് പോലീസുകാർ പോയി. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷം തന്നെ കഴിഞ്ഞു. പലകുറി വന്നു. ഭർത്താവല്ല, അറസ്റ്റ് വാറണ്ടുമായി പോലീസുകാർ. ഒടുക്കം പത്രത്തിൽ പരസ്യം ചെയ്തു. EMSനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 രൂപ ഇനാം. ഒളിവിലിരുന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുന്ന EMSനെ പിടികിട്ടിയില്ല. കണ്ണൂർ ജില്ലയിൽ ശരിക്കടുത്ത ചെറുനാവിലായിലെ ചെത്തുതൊഴിലാളിയായ നുള്ളിക്കെട്ടിന്റെ പൊക്കന്റെ വീട്ടിൽ 1ഉം 2ഉം ദിവസമല്ല 2.5 വർഷം EMS ഒളിവിൽ കഴിഞ്ഞു. EMSന് കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് വലിയ ആശങ്കയായിരുന്നു. സഖാവിന് ഞങ്ങൾ ഉണ്ടാക്കുന്ന മീനും ചോറും പിടിക്കുവോ? നിങ്ങൾ ഉണ്ടാക്കുന്ന എന്തും എനിക്കും ഇഷ്ട. എനിക്കായി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കരുത്, അതെനിക്ക് വിഷമ. EMSനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ആ ചെത്തുതൊഴിലാളി സംരക്ഷിച്ചു. ആ
അദ്ദേഹം EMS മറന്നില്ല. 1963 നുള്ളിക്കണ്ടി പൊക്കൻ മരിച്ചപ്പോൾ ഇതിനകം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വളർന്ന EMS, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായി ഉയർന്ന EMS എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തിരുമാവിലായിലെ നുള്ളിക്കണ്ടി പൊക്കന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഒളിവിൽ നിന്നും EMS പുറത്തു വന്നു. വീണ്ടും തിരക്ക് പിടിച്ച പാർട്ടി പ്രവർത്തനങ്ങൾ. പാർട്ടിക്കൊരു പത്രം തുടങ്ങണം. പടയണി തീർക്കാൻ പടപൊരുതാൻ പടഹധ്വനികൾ ഉയർത്താൻ, പടയണി തീർക്കാൻ പടപൊരുതാൻ പടഹധ്വനികൾ ഉയർത്താൻ. പണിയാളുകളുടെ പത്രം, തൊഴിലാളികളുടെ പത്രം, പണിയാളുകളുടെ പത്രം, തൊഴിലാളികളുടെ പത്രം, തൊഴിലാളികളുടെ പത്രം. ദേശാഭിമാനി തുടങ്ങുവാൻ EMS സ്വന്തം ഭൂസ്വത്ത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി നൽകി. 1942 ഒരു വാരികയായി കോഴിക്കോട് നിന്നും ദേശാഭിമാനി ആരംഭിച്ചു. 1946 ദേശാഭിമാനി ദിനപത്രമായി. തൊഴിലാളി വർഗത്തിന്റെ പടഹധ്വനിയായി EMS പാർട്ടി പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമായി. കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ യാത്രകൾ, പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ. എത്ര സമ്മേളനങ്ങൾ, എത്ര പ്രഭാഷണങ്ങൾ, വിശ്രമമില്ലാതുള്ള എത്രയോ യാത്രകൾ. എത്ര സമ്മേളനങ്ങൾ, എത്ര പ്രഭാഷണങ്ങൾ, വിശ്രമമില്ലാതുള്ള എത്രയോ യാത്രകൾ. എത്ര വിഷയങ്ങളിൽ എന്തെന്തു ലേഖനങ്ങൾ, എത്രയോ പത്രങ്ങളിൽ എഴുതിയെന്നിയമ്മ. എത്ര വിഷയങ്ങളിൽ എന്തെന്തു ലേഖനങ്ങൾ, എത്രയോ പത്രങ്ങളിൽ എഴുതിയെന്നിയമ്മ, എഴുതിയെന്നിയമ്മ. രാഷ്ട്രീയം പോലെ തന്നെ സാഹിത്യവും EMSന് വഴങ്ങി. ജീവൽ സാഹിത്യ പ്രസ്ഥാനം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്നിവ സംഘടിപ്പിച്ചു. അതിന് നായകത്വം വഹിച്ചു. മലബാറിലെ കോളക്കം സൃഷ്ടിച്ച കയ്യോൾ സമരം. കൊല്ലം 1942. ജന്മി നാടുവാഴുത്ത സാമ്രാജ്യത്വത്തിനെതിരെ ആഞ്ഞടിച്ച കയ്യോൾ ജനത. ജനമുന്നേറ്റം കണ്ട് ഭയന്നോട് പുഴയിൽ ചാടിയ സുബ്ബരായൻ എന്ന പോലീസുകാരൻ മുങ്ങി മരിച്ചു. കൊലപാതക കുറ്റം ചുമത്തി നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. കയ്യൂരിന്റെ ഉശിരന്മാരായ സഖാക്കൾ പൊടവര കുഞ്ഞമ്പു, മടത്തിൽ വളപ്പിൽ അപ്പു, കോയിത്താട്ടിൽ ചിരുകണ്ണൻ, അബൂബക്കർ ഇവരെ തൂക്കിലെത്താൻ വെച്ചു ബ്രിട്ടീഷ് മേധാവികൾ. ഇവരുടെ വധശിക്ഷ ഇളവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ട് കോഴിക്കോട് ഒരു പൗരമഹായോഗം നടക്കുന്നു. വേദിയിലേക്ക് ഒരാൾ പ്രത്യക്ഷനായി. ജനങ്ങൾ ആവേശത്തോടെ വിളിക്കുന്നു, EMS സിന്ദാബാദ്, EMS സിന്ദാബാദ്, EMS സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, EMS സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. EMS പ്രസംഗിക്കുന്നു. സാമ്രാജ്യത്വ ദല്ലാളന്മാരുടെ ക്രൂരമർദ്ദനങ്ങളെ എതിർത്ത് തോൽപ്പിച്ച് പണിയെടുക്കുന്ന കർഷകർക്ക് വേണ്ടി പോരാടി അറസ്റ്റ് വരിച്ച ധീര ദേശാഭിമാനികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ മഹാസമ്മേളനം ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്നു, കയ്യൂർ സഖാക്കളുടെ പേരിൽ ചുമത്തിയ കൊലക്കുറ്റം പിൻവലിക്കണം. കയ്യൂർ സഖാക്കൾക്ക് വിധിച്ച വധശിക്ഷ പിൻവലിക്കണം. ഇത് തീക്കൊണ്ടുള്ള കളിയാണ്. ഈ സാമ്രാജ്യത്വ ശക്തികളെ നിങ്ങൾ അറിയുക, നിങ്ങളുടെ ശവപ്പെട്ടിക്ക് അവസാനത്താണ് ഈ മടിക്കുകയായി. പോലീസുകാർ വേദിയിലേക്ക് പാഞ്ഞു കയറുന്നു. EMSനോട് പറയുന്നു, പ്രസംഗിക്കുന്നത് നിർത്തണം, പ്രസംഗിക്കുന്നത് നിർത്തണം, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇല്ല, ജനങ്ങൾ ഇളകി, ഞങ്ങൾ വിടില്ല. സഖാവിനെ അറസ്റ്റ് ചെയ്യാനില്ല, സഖാവിന്റെ ദേഹത്ത് തൊടുമ്പോൾ ഞങ്ങൾ വിടില്ല, ഞങ്ങൾ വിടില്ല. ജനങ്ങൾ ഇളകുന്നു. ദയവായി ശാന്തരാവുക. EMS വേദിയിൽ നിന്ന് വിളിച്ചു പറയുന്നു, അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനം തകർക്കാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നുവെങ്കിൽ അത് മഹാവിഡ്ഢിത്തമാണ്. എന്നെ അറസ്റ്റ് ചെയ്താലും വൈകാതെ ഇവർക്ക് എന്നെ വിടേണ്ടി വരും. ജനം ശാന്തരായി. EMSനെ അറസ്റ്റ് ചെയ്തു. അധികം കഴിയില്ല, സഖാവിനെ വിട്ടയച്ചു. കയ്യൂരിലെ വിപ്ലവ നക്ഷത്രങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ കഴുമരങ്ങളെയും കൺമതിലുകളെയും വിറകൊള്ളിച്ചുകൊണ്ട് രക്തസാക്ഷികളായി. പുന്നപ്രയിൽ, വയലാറിൽ, കരിവള്ളൂരിൽ, കാവുമ്പായിൽ പിന്നെയും ധീരസഖാക്കൾ രക്തസാക്ഷികളായി. അവരുടെ ധീരസ്വപ്നങ്ങളുടെ ജ്വാലയിൽ കേരളം പിന്നെയും ചുവന്നു തൊടുത്തു. P. കൃഷ്ണപിള്ള, AKG, EMS, KPR ഗോപാലൻ തുടങ്ങിയവരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പടർന്ന് പന്തലിക്കുന്നു. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ചോരച്ചെങ്കുട് ഉയർന്ന് പറക്കുവാൻ തുടങ്ങി. കർഷകരും തൊഴിലാളികളും ആ പ്രസ്ഥാനത്തിന്റെ കുടിക്കീഴിൽ അണിനിരക്കുവാൻ തുടങ്ങി. 1947 ജനുവരി 22. EMS ഇപ്പോൾ കോഴിക്കോടാണ് താമസം. ഭാര്യ ആര്യാന്തർജനം പൂർണ്ണ ഗർഭിണി. സഹായത്തിന് EMS മാത്രം. വൈകുന്നേരമായപ്പോ ആര്യ പറയുന്നു, ഇന്ന് എവിടെയും പോരുതട്ടോ, എനിക്ക് എന്തോ ഒരു വയ്യായിക. രാത്രി 9 മണി. കഥകിലാരോ തട്ടുന്നു. കഥ തുറന്നപ്പോ ഒരു സംഘം പോലീസുകാർ, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. EMS ഭാര്യയെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പോലീസുകാർ സഖാവിനെ കൊണ്ടുപോയി. രാത്രി 2 മണിക്ക് ആര്യാന്തർജനം പ്രസവിച്ചു ഒരാൺകുട്ടി. ആ കുട്ടിയാണ് സഖാവ് EM ശ്രീധർ. 1947 ആഗസ്റ്റ് 15. സ്വാതന്ത്ര്യത്തിൻ പുലരി പിറന്നു പുതിയൊരു സൂര്യനുദിച്ചു. സ്വാതന്ത്ര്യത്തിൻ പുലരി പിറന്നു പുതിയൊരു സൂര്യനുദിച്ചു. ചെങ്കോട്ടയിലെന്നുയർന്നു പാറി പുത്തൻ മൂവർണ്ണ കൊടി. EMS ജയിൽ വിമോചിതനായി.
ജനിച്ച 8 മാസത്തിന് ശേഷം തന്റെ കുഞ്ഞിനെ അച്ഛൻ ആദ്യമായി കണ്ടു. 1948 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2ാം കോൺഗ്രസ് കൽക്കത്തയിൽ. ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് നായകൻ സഖാവ് BT രണദിവെ കൽക്കത്ത തീസിസ് അവതരിപ്പിച്ചു. ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ലഭിച്ച സ്വാതന്ത്ര്യമല്ല. ഇവിടെ ഭരണചക്രം ചെയ്യുന്നത് ഇന്ത്യയിലെ വൻകിട മുതലാളിമാർക്കും ഭൂസ്വാമികൾക്കും പ്രഭുക്കന്മാർക്കും വേണ്ടിയാണ്. അധസ്ഥിത വർഗത്തിന്റെ വിമോചനം നടക്കണമെങ്കിൽ ഇന്ത്യയാകെ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കണം. ബംഗാളിലെ തേഭാഗ സമരമാതൃകയിൽ, ആന്ധ്രയിലെ തെലങ്കാന സമരം പോലെ ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങൾ തോറും വിപ്ലവത്തിന്റെ പെരുമ്പറ മുഴങ്ങണം. വിപ്ലവം 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 വിപ്ലവം. ഇന്ത്യൻ മണ്ണ് കിളച്ചു മറിച്ചു വിളക്കുക വിപ്ലവ വിത്തുകൾ നാം. ഇന്ത്യൻ മണ്ണ് കിളച്ചു മറിച്ചു വിളക്കുക വിപ്ലവ വിത്തുകൾ നാം. ചെങ്കോട്ടയിലെ മൂവർണ്ണക്കൊടി മാറ്റുക ചെങ്കൊടി നാട്ടുക നാം. ചെങ്കോട്ടയിലെ മൂവർണ്ണക്കൊടി മാറ്റുക ചെങ്കൊടി നാട്ടുക നാം. വിപ്ലവം 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 വിപ്ലവം. കൽക്കത്ത സമ്മേളനത്തിന് ശേഷം രഹസ്യമായാണ് EMS കേരളത്തിലെത്തിയത്. പാർട്ടി തീരുമാനമനുസരിച്ച് EMS വീണ്ടും ഒളിവിൽ പോയി. ഏലംകുളത്ത് മനയ്ക്കൽ തലമുറകൾ തിന്നാൽ തീരാത്ത സമ്പത്ത് നോക്കി നടത്തി സുഖത്തിന്റെ പട്ടണത്തിൽ സസുഖം വാഴേണ്ട EMS NC ശേഖറിന്റെയും KC ജോർജിന്റെയും കൂടെ കയർ തൊഴിലാളിയുടെ, കർഷക തൊഴിലാളിയുടെ ചെറ്റക്കുടലുകളിൽ കൂരകളിൽ മാറി മാറി ഒളിവിലിരുന്ന് പാർട്ടിയെ നയിക്കുന്നു. കൽക്കത്ത തീസിസ് പുറത്തായി. പുതിയ ഭരണാധികാരികൾ കിടിലം കൊള്ളുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് വേട്ട ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് സംശയം തോന്നിയാൽ മതി കൊടിയ മർദ്ദനം, വെടിവെപ്പ്, ലോകകപ്പ് മർദ്ദനം, ഗുണ്ടാവിളയാട്ടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉശിരന്മാരെ പല സഖാക്കളും രക്തസാക്ഷികളെ പലരും കൊടിയ മർദ്ദനമേറ്റ് ചോറ് തുപ്പി ജീവച്ചവങ്ങളായിത്തീർന്നു. ഈ ഘട്ടത്തിലും എല്ലാ ഒറ്റുകാരെയും പോലീസുകാരെയും കബളിപ്പിച്ച് കൃഷ്ണപിള്ളയും EMS-ഉം കേരളത്തിലെമ്പാടും സഞ്ചരിച്ച് പ്രസ്ഥാനത്തെ വളർത്തുന്നു. 1948 ആഗസ്റ്റ് 19 ആലപ്പുഴയിലെ മുഹമ്മയിലെ ഒരു ചെറ്റക്കുടലിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സഖാവ് P. കൃഷ്ണപിള്ളയെ വിഷപ്പാമ്പ് കടിച്ചു. എങ്ങും ഒറ്റുകാരും പോലീസുകാരും സഖാവിനെ ചികിത്സക്ക് കൊണ്ടുപോകുവാൻ മാർഗമില്ല. വിഷം ഞരമ്പുകളിലേക്ക് അങ്ങ് പടർന്നു കയറുന്നു. ബോധം മറിയും മുമ്പ് സഖാവ് എഴുതി, സഖാക്കളെ മുന്നോട്ട്. അടിസ്ഥാന വർഗം ഇന്നും അത് ഏറ്റുപാടുന്നു. സഖാക്കളെ മുന്നോട്ട്, സഖാക്കളെ മുന്നോട്ട്. നഷ്ടപ്പെടുവാനില്ല നമുക്ക്, നേടാനുണ്ടൊരു നവലോകം. നഷ്ടപ്പെടുവാനില്ല നമുക്ക്, നേടാനുണ്ടൊരു നവലോകം. സഖാക്കളെ മുന്നോട്ട്. പ്രിയപ്പെട്ട സഖാവിന്റെ മരണം EMS-നെ വല്ലാതെ തളർത്തി. പക്ഷേ വ്യക്തിപരമായ ദുഃഖങ്ങളെല്ലാം അതിജീവിച്ച് EMS ഒളിവ് ജീവിതം തുടർന്നു. മനസ്സിനെ മരവിപ്പിക്കുന്ന എത്രയോ പീഡാനുഭവങ്ങൾ സഖാവ് ദൃഢചിത്തനായി എല്ലാം നേരിടുന്നു. ആ ഒളിവ് ജീവിതം 4 വർഷം നീണ്ടു. 8 മാസമുള്ളപ്പോഴാണ് മകനെ ആദ്യമായി കാണുന്നത്. പിന്നെ അവന്റെ മുഖം കാണുന്നത് അവന്റെ 5ാം വയസ്സിൽ. ആ മകൻ അച്ഛനെ കണ്ട് മനസ്സിലാക്കുന്നതും 5ാം വയസ്സിൽ. അതുവരെ ആ മകന് അച്ഛൻ ഭാര്യയും മകനെയും ഉപേക്ഷിച്ചു പോയ സിദ്ധാർത്ഥനായിരുന്നു. പാർട്ടിയുടെ 3ാം കോൺഗ്രസ് 1953 മദ്രാസിൽ ചേർന്നപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സമിതിയിൽ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായി EMS. ഐക്യ കേരള പ്രക്ഷോഭം ശക്തമാകുന്നു. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിന് കാഹളം മുഴക്കുവാൻ. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിന് കാഹളം മുഴക്കുവാൻ. കാഹളം മുഴക്കുവാൻ, കാഹളം മുഴക്കുവാൻ. 1956 ഫെബ്രുവരി ആലുവ മണപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാർഷിക സമ്മേളനം. വമ്പിച്ച ജനാവലി, മനുഷ്യ മഹാസമുദ്രം തന്നെ. വേദിയിൽ പ്രസംഗിക്കുന്നത് അവരുടെ പ്രിയങ്കരനായ നേതാവ് EMS. ജനങ്ങൾ ഓരോ വാക്കും ഉൾപ്പുളകത്തോടെ കേൾക്കുന്നു. അവരാവേശം കൊള്ളുന്നു. ടിപ്പുവിന്റെ പടയോട്ടത്തെ തടഞ്ഞു നിർത്തിയത് ഈ പെരിയാറിലെ ജലപ്രവാഹമായിരുന്നുവെങ്കിൽ ദക്ഷിണ സംസ്ഥാനവാദം എന്ന ആക്രമണത്തെ തടഞ്ഞു നിർത്തുവാൻ പോകുന്നത് ഇതേ പെരിയാറിന്റെ തീരത്ത് തടിച്ചുകൂടിയ ഈ ജലപ്രവാഹമാണ്. ഇടിവെട്ടിന്റെ പ്രതീതി ജനിപ്പിക്കും വിധം ജനമഹാസമുദ്രത്തിന്റെ കരഘോഷം. 1956 നവംബർ 1. മലയാളികളുടെ സ്വപ്നം, ഐക്യ കേരള സ്വപ്നം. മലയാളികളുടെ സ്വപ്നം, ഐക്യ കേരള സ്വപ്നം. പൂവണിഞ്ഞൊരു സുദിനം, നവംബർ 1 സുദിനം. 1,36,00,000 മലയാളികളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. കേരള സംസ്ഥാനം സത്യമായി. 1957 കേരളത്തിലെ പ്രഥമ ഇലക്ഷൻ 125 സീറ്റുകൾ. ഫലമറിഞ്ഞപ്പോൾ 65 സീറ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജയം. സഖാവ് EMS നീലേശ്വരത്തു നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക്. ലോക ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവം
ബാലറ്റ് പെട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക്. കേരളം ചുവന്നു തൊടുത്ത പുലരി. പുലരി വിണ്ണിൻ പൂമുഖത്ത് ചെങ്കതീരോനുദിച്ചല്ലോ. പുലരി വിണ്ണിൻ പൂമുഖത്ത് ചെങ്കതീരോനുദിച്ചല്ലോ. ഇങ്കുലാബിൻ വിജയഗീതം ചെങ്കൊടികൾ പാടിയല്ലോ. ഇങ്കുലാബിൻ വിജയഗീതം ചെങ്കൊടികൾ പാടിയല്ലോ. ചെങ്കൊടികൾ പാടിയല്ലോ. ചെങ്കൊടികൾ പാടിയല്ലോ. 1957 ഏപ്രിൽ 5 പുന്നപ്രയിലെയും വയലാറിലെയും ധീര രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ 10,000 തടിച്ചുകൂടിയിരിക്കുന്നു. മണ്ണിൽ പണിയെടുക്കുന്നവർ, തൊഴിലാളികൾ, കർഷകർ. അവരുടെ കൈകളിൽ ഉയർത്തിപ്പിടിച്ച ചോര ചെങ്കൊടികൾ. വേദിയിൽ നിന്നും വിപ്ലവഗാനം ഉയർന്നു പോകുന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന സഖാക്കൾ സഖാവ് EMS, KR ഗൗരിയമ്മ, TV തോമസ്, MN ഗോവിന്ദൻ നായർ, KP ഗോപാലൻ, ജനകോടികളുടെ ധീരനായകർ, കേരളത്തിന്റെ പുതിയ ഭരണസാരഥികൾ, മുഖ്യമന്ത്രി സഖാവ് EMS, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുതിയ മുഖച്ഛായ നൽകുന്നു. ജന്മിത്തം തുടച്ചു നീക്കപ്പെടുകയായി. ഭൂപരിഷ്കരണ ബില്ലും വിദ്യാഭ്യാസ ബില്ലും സ്ഥാപിത താല്പര്യക്കാരെ നടുക്കുന്നു. വിമോചന സമരം പൊട്ടിപ്പുറപ്പെട്ടു. കേന്ദ്രം ഇടപെട്ടു. EMS മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു. ചരിത്രത്തിലെ വലിയ തെറ്റ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. EMS AKGയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ചേർന്നു. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി സഖാവ് EMS. 1967 വീണ്ടും തെരഞ്ഞെടുപ്പ്. കേരളം പിന്നെയും ചുവന്നു. EMS വീണ്ടും മുഖ്യമന്ത്രിയായി. ചരിത്രം പിന്നെയും ആവർത്തിച്ചു. മന്ത്രിസഭ ഇല്ലാതായി. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, ദേശാഭിമാനി പത്രാധിപർ, ഈ നിലകളിലൊക്കെ EMS അക്ഷീണം പ്രവർത്തിക്കുന്നു, എഴുതുന്നു, പ്രസംഗിക്കുന്നു. എല്ലാം പാർട്ടിക്ക് വേണ്ടി. തന്റെ സ്വത്ത് പോലും പാർട്ടിക്ക് വേണ്ടി എഴുതി കൊടുത്തു. ചെറുതും വലുതുമായി 250ഓളം കൃതികൾ EMS രചിച്ചു. കേരളം മലയാളികളുടെ മാതൃഭൂമി മുതൽ കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ വരെയുള്ള വിലപിടിച്ച നിരവധി കൃതികൾ. ശാരീരിക അവശതകൾ ബുദ്ധിമുട്ടിക്കുവാൻ തുടങ്ങിയപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം സഖാവ് ഒഴിഞ്ഞു. എന്നിട്ടും സഖാവ് വിശ്രമിച്ചില്ല. നിരന്തരമായ യാത്രകൾ, നിരന്തരമായ പ്രസംഗങ്ങൾ, നിരന്തരമായ ലേഖനമെഴുത്ത്. 75 ആണ്ടുകൾ എന്നും മുടങ്ങാതെ ജനസേവനം ചെയ്തു ജീവിച്ചൊരാ. 75 ആണ്ടുകൾ എന്നും മുടങ്ങാതെ ജനസേവനം ചെയ്തു ജീവിച്ചൊരാ. സൗഭാഗ്യമൊക്കെയും നിസ്വരം ജനതയ്ക്ക് ദാനമായേകിയ ത്യാഗിവര്യൻ. സൗഭാഗ്യമൊക്കെയും നിസ്വരം ജനതയ്ക്ക് ദാനമായേകിയ ത്യാഗിവര്യൻ. തന്റെ സകല സമ്പത്തും പാർട്ടിക്ക് നൽകിയ സഖാവ് താൻ എഴുതിയ മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും ലേഖനങ്ങളുടെയും റോയൽറ്റി മുഴുവൻ പാർട്ടിയുടേതാണെന്ന് തന്റെ ദിവസത്തിൽ എഴുതി. 1996 സഖാവ് VK നായനാരുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തി. വികസനം ജനങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തി ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു. സമിതിയുടെ പ്രഥമ ചെയർമാനായി സഖാവ് EMS. 89-ാം വയസ്സിലും ചുറുചുറുക്കോടെ സഖാവ് പ്രവർത്തിക്കുന്നു. 1998 മാർച്ച് 19 വ്യാഴാഴ്ച EMS പതിവ് പോലെ ഉണർന്നു. പത്രപാരായണം നടത്തി. ലേഖനം എഴുതി തുടങ്ങി. ദേശാഭിമാനിക്കും ചിന്തയ്ക്കും മറ്റു പത്രങ്ങൾക്കും വേണ്ടിയുള്ള ലേഖനങ്ങൾ. സമകാലീന രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന വർഗീയ ശക്തികളെ എതിർത്ത് തോൽപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രത്യേകം വിശദീകരിക്കുന്ന ലേഖനങ്ങൾ. ഉച്ചഭക്ഷണം കഴിഞ്ഞു. പതിവ് പോലെ അല്പം വിശ്രമം. പെട്ടെന്ന് ശ്വാസം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്. സഖാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 3:30 മണി. ജനലക്ഷങ്ങളെ നടുക്കിക്കൊണ്ട് ആ വാർത്ത എത്തി. ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത, വിശ്വസിക്കുവാൻ കഴിയാത്ത വാർത്ത. സഖാവ് EMS അന്തരിച്ചു. കേട്ടവർ നടുങ്ങുന്നു. ആർക്കും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജനങ്ങൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രിയ സഖാവിന്റെ വേർപാടിൽ വിലാപയാത്ര നടത്തുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞു. പ്രിയ സഖാവിന് ഒരു നോക്ക് കാണുവാൻ, അന്തിമ അഭിവാദ്യം അർപ്പിക്കുവാൻ തിരുവനന്തപുരത്തേക്ക് ജനപ്രവാഹം. കേരളത്തിൽ ഉയർന്ന് പറന്ന രക്തപതാകൾ പകുതിയോളം താഴ്ന്നു. എങ്ങും കറുത്ത കൊടികൾ ഉയർന്നു. പാച്ചയെപ്പോലുള്ള തൊഴിലാളി സ്ത്രീകൾ വാവിട്ട് കരയുന്നു. ഇല്ല, ഞങ്ങളുടെ സഖാവ് മരിക്കില്ല, ഞങ്ങളുടെ സഖാവ് ഒരിക്കലും മരിക്കില്ല. ശോകമൂകരായി 10,000 തിരുവനന്തപുരത്തെ AKG സെന്ററിലെത്തി. രാഷ്ട്രീയ നേതാക്കൾ, ഭരണകർത്താക്കൾ, ജനനേതാക്കൾ എല്ലാവരും ഉണ്ട്. കേരളത്തിന്റെ സൂര്യൻ ഇതാ അസ്തമിക്കുകയായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ ഇതാ വിടവാങ്ങുകയായി. അധസ്ഥിതന്റെ, ദളിതന്റെ, തൊഴിലാളിയുടെ വിമോചന പോരാട്ടത്തിന്റെ നായകൻ ഇതാ പിരിഞ്ഞു പോവുകയായി. അന്ത്യയാത്രയായി. തിരുവനന്തപുരം തൈക്കാട് വൈദ്യുത ശ്മശാനത്തിലേക്ക്
ജനലക്ഷങ്ങളുടെ അകമ്പടിയോടുകൂടി വിലാപയാത്ര നീങ്ങുന്നു. ഭൂമാതാവ് തന്റെ പ്രിയപുത്രന്റെ ദേഹം ഏറ്റുവാങ്ങുകയായി. 10,000 ഒരുമിച്ച് വിളിച്ചു പറയുന്നു, EMS മരണമില്ല, EMS മരണമില്ല. സഖാവേ, സഖാവ് ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി ഞങ്ങൾ ഇനിയും ഉയർത്തിപ്പിടിക്കും. സഖാവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇനിയും പ്രവർത്തിക്കും. ലാൽ സലാം സഖാവേ, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം സഖാവേ, ലാൽ സലാം, ലാൽ സലാം സഖാവേ, ലാൽ സലാം. വിപ്ലവത്തിൻ വീതിയിൽ പിറന്ന രക്തതാരമേ, വിപ്ലവത്തിൻ വീതിയിൽ പിറന്ന രക്തതാരമേ, ലാൽ സലാം സഖാവേ, ലാൽ സലാം, ലാൽ സലാം സഖാവേ, ലാൽ സലാം, ലാൽ സലാം സഖാവേ, ലാൽ സലാം, ലാൽ സലാം സഖാവേ, ലാൽ സലാം.